ഇന്ന് ഞാൻ പുട്ടുപൊടി വെച്ചിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് സാധാരണ പുഴുങ്ങലരി വെച്ചിട്ടും ചെയ്യും, അതുപോലെ തന്നെ പത്തിരിപ്പൊടിയും വെച്ചിട്ട് ചെയ്യും കേട്ടോ. ഇതൊന്നും വേണമെന്നില്ല, നമ്മളെ കയ്യിൽ പുട്ടുപൊടി ഉണ്ടെങ്കിൽ അതിനെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ, എളുപ്പത്തിൽ തന്നെ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ, വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണേ, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ. ഞാൻ പിന്നെ ലൈക്ക് കൊടുക്കണം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാം, നിങ്ങളോട് മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടുമാണ്. അതുപോലെ തന്നെ യൂട്യൂബ് നമ്മളെ വീഡിയോസ് മറ്റുള്ളവർക്കും കൂടി കാണിച്ചു കൊടുക്കണമെങ്കിൽ ലൈക്ക് വരണം കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ പൂണ്ടിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിരവിയിട്ട് ഇട്ട് കൊടുത്താൽ മതി, അരമുറി വേണമെന്നില്ല, അരമുറിൻ്റെ അടുത്താണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇതാ ഇതിലേക്ക് ഒരു 5-6 ചുവന്നുള്ളിയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ജീരകമാണ് ചേർത്ത് കൊടുത്തത്, അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് നല്ലോണം തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ തേങ്ങ പൂണ്ടിട്ട് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ, എന്നിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കാൻ പാടുള്ളൂ കേട്ടോ, അല്ലാണ്ട് അരിഞ്ഞ് കിട്ടിയല്ല. ഇനി ഇതാ നമുക്ക് പുട്ടുപൊടി ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം, പിന്നെ ബാക്കിയുള്ള സാധനത്തിൻ്റെ അളവൊക്കെ കൂട്ടി കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൂട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം കൂടുതലായാലൊന്നും കുഴപ്പമില്ല കേട്ടോ, കുറച്ചധികം തന്നെ നിന്നോട്ടെ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക, നല്ലോണം തന്നെ കുഴച്ചെടുക്കുക. ഇത് വെള്ളം നല്ലോണം തന്നെ കുടിക്കും കേട്ടോ, എന്നാലും കുറച്ചധികം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത് നമ്മളിപ്പോൾ എന്താ പറയുക, നല്ല കുഴഞ്ഞ പോലെയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാനതൊന്നും കൂടി കുതിർന്ന് വന്നേരം കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. ഇതൊന്നും കൂടി വെള്ളം നല്ലോണം തന്നെ കുടിക്കും കേട്ടോ. ഒരു 5 മിനിറ്റ് അങ്ങനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതാ നമ്മളെ അരിമാവ് നല്ല അടിപൊളിയായിട്ട് തന്നെ വെള്ളമൊക്കെ കുടിച്ച് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പകുതി ഭാഗം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു പകുതി ഭാഗം എടുത്തിട്ട് ഒന്ന് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഒരു പശർമ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണേ നമ്മളിത് അടിക്കുന്ന സമയത്ത്. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിന് കേട്ടോ. അപ്പോൾ ഇതാ അത് മുങ്ങി നിൽക്കാനുള്ള പാകത്തിൻ്റെ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം തന്നെ പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അതാ ബാക്കി വന്ന മാവാണ് കേട്ടോ. ബാക്കി വന്ന മാവിലേക്ക് നമുക്ക് ഈ ഒരു കൂട്ടൊഴിച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ അടിച്ചെടുത്ത കൂട്ടൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം തന്നെ കുഴച്ചെടുക്കാം. ഇതിൽ വെള്ളം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ചും കൂടി പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ, അത് ടൈറ്റായിട്ട് വന്നോളൂ. അപ്പം നല്ലോണം തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് മാവ് കുതിർത്ത് വെച്ചിട്ട്, കുറച്ച് പുട്ടുപൊടി കുതിർത്ത് വെച്ചിട്ട് അത് അടിച്ചതിന് ശേഷം അതിലേക്ക് പുട്ടുപൊടി വേറെ ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ച് വെച്ചാൽ മതി കേട്ടോ. നമുക്കിതൊന്ന് ടൈറ്റായി കിട്ടിയാൽ മതി. ഞാനിതിലേക്കിപ്പോൾ പുഴുങ്ങലരിൻ്റെ പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു 2 ടേബിൾ സ്പൂണ് അളവിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം തന്നെ കൈവച്ചിട്ട് ഇതേപോലെ തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി പൊടി വേണ്ടിയിരുന്നു, അപ്പോൾ കുറച്ചും കൂടി പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പം പത്തിരിയൊക്കെ ചുടുന്നില്ലേ, അരിപ്പത്തിരിയൊക്കെ ആക്കുന്നില്ലേ, അതിൻ്റെ ഒരു കോലത്തിലാണ് നമ്മളിപ്പം കുഴച്ചെടുക്കേണ്ടത്. നമ്മൾ കയ്യിലെടുത്തിട്ട് ഇതേപോലെ ഉരുട്ടിയെടുക്കാനുള്ള പാകത്തിലായിരിക്കണം. ഇനി ഇതേപോലത്തെ ഒരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ ഉരുട്ടി കൊടുത്തിട്ട് നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു വാഴയിലയും കൂടി വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഈ ഒരു തട്ട് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കട്ടോ. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ വാഴയില വെക്കാൻ പാടുള്ളൂ, എന്നാലാണ് നമുക്ക് റൗണ്ട് ഷേപ്പിലേക്ക് കിട്ടുക. ഒന്ന് തിരിച്ച് ഒന്ന് മറിച്ചും വെച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഇതാ നല്ല റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. കുറച്ച് കട്ടിക്ക് തന്നെ ഇതേപോലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് നമുക്ക് എണ്ണയിലേക്കിട്ട് ചുട്ടെടുക്കട്ടോ. നല്ല ഈസിയാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾ അഭിപ്രായം എഴുതി അറിയിക്കാൻ മറന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റുമാണ്. സാധാരണ ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ നമ്മൾ ചെയ്തെടുക്കുക വെച്ചാൽ ഉൾഭാഗമൊക്കെ നല്ലോണം വെന്ത് കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ. അപ്പോൾ ഇതാ നല്ലോണം തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ട് നമ്മുടെ നെയ്പത്തിരി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പറയണേ. രാവിലെ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിൽ അരിപ്പൊടിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഇതേപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പം നല്ലോണം തന്നെ ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. എന്നിട്ട് ഇത് തിരിച്ചും മറിച്ചു വിട്ടിട്ട് നമുക്കിതൊന്ന് നല്ലോണം തന്നെ കുറച്ച് കളറ് മാറി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതാ ഓരോന്നും നമുക്ക് ഇതേപോലെ ചുട്ടെടുക്കാം. ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
കണ്ടില്ലേ നല്ല വീർത്തിട്ട് വരുന്നത് നെയ്യപ്പം മാതിരി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതേപോലെ നെയ്പത്തിരി ചെയ്യാത്തവർ ചെയ്ത് നോക്കുക. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. മുകൾ ഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ റെസിപ്പി ആയിട്ട് കാണാം.